ഹലോ, ഇന്ന് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് എല്ലായ്പ്പോഴും പോകുന്നത് പോലെയല്ല, വേറെ നമ്മളെ രണ്ട് ഫ്രണ്ട്സും കൂടിയുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഞാൻ തുടങ്ങാം. അപ്പൊ പ്ലേസ് വെച്ചിട്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഏത് സ്റ്റാർട്ട് ചെയ്യാം? അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആലപ്പുഴ. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങാം. അപ്പൊ പ്ലേസ് വെച്ചിട്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഏത് സ്റ്റാർട്ട് ചെയ്യാം? അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ആലപ്പുഴ. വീണ്ടുമേ ദൈവമേ, അർമേനിയ. ഓക്കെ, മാറി. എന്നായി? നൈജീരിയ, അസർബൈജാൻ. ഓക്കെ, എന്നെ ദൈവമേ ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്നെ അറിയുമ്പോ നയാഗ്ര. എല്ലാവരും അടിച്ചു പൊളിച്ച് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് വന്നതുകൊണ്ട് തന്നെ ആ ട്രാവലിംഗ് ടൈം തീരെ തോന്നിയിട്ടില്ല. പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിൽട്ടൺ ഫോൾസ് കൺസർവേഷൻ ഏരിയയാണ്. അത് ട്രെയിലുണ്ട്, അടിപൊളി ഒരു വാട്ടർഫോൾ ഉണ്ട്. ഈ വാട്ടർഫോളിൽ എത്തണമെങ്കിൽ കുറേ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കണം. അത് പ്രിപ്പയർഡ് ആയിട്ട് വന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. ഈ നടക്കലും പിന്നെ കുറെ ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഗെയിംസ് കളിക്കലും അതൊക്കെ തന്നെയാണ് ഇന്നത്തെ മെയിൻ അജണ്ട. ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മുന്നിലുള്ള മാപ്പ് നോക്കി നന്നായിട്ട് അത്യാവശ്യ സ്ഥലം എങ്ങനെ പോകണം എന്നുള്ള റൂട്ട് ഒരു മൈൻഡിൽ ഇല്ലെങ്കിൽ നമ്മൾ കുറേ മണിക്കൂറുകളോളം അലഞ്ഞു തിരിയും. ഭാഗ്യത്തിന് എൻ്റെ കൂടെ വന്ന മറ്റുള്ളവർക്ക് കുറച്ച് ബോധമുള്ളത് കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഇവര് ഈ മാപ്പൊക്കെ നോക്കി ഏതിലൂടെ പോകണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, മാക്സിമം അടിച്ചു പൊളിച്ചു മെൻ്റലി എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ഒരു നെഗറ്റീവ് തോട്ട്സും ഇല്ലാതെ ഫുള്ളി ആ ഒരു ട്രിപ്പിൽ നമ്മൾ ഇമോഷണലിയും ഫിസിക്കലിയും എന്താ പറയുക സൈക്കോളജിക്കലിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ പോവുക. അപ്പോൾ കളിയാണെങ്കിലും ചിരിയാണെങ്കിലും ഒക്കെ മാക്സിമം ഓവർലോഡഡ് ആയിട്ട്. അതിന് പക്ഷെ മെയിനായിട്ട് വേണ്ടത് കൂടെ വരുന്ന ആളുടെ വൈബ്. കൂടെ വരുന്നവർക്ക് ഈ ഒരു വൈബ് അല്ലെങ്കിൽ അത് നടക്കില്ല. അതുപോലെ തന്നെ എനിക്ക് ആ വൈബ് അല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, അപ്പോഴും ഇത് നടക്കില്ല. പക്ഷെ നമ്മൾ ഓരോ വൈബിനനുസരിച്ച് നമ്മൾ വൈബിങ് ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവളെ എന്ത് ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് പോട്ടെ, ഞാൻ എന്തൊക്കെയോ കുറച്ച് ഘോരഘോരമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നേരായി. അന്ന് നിങ്ങൾ കുറച്ച് നേരം കൂടി കേൾക്കേണ്ടി വരും. ഈ വീഡിയോ കഴിയുന്നത് വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ. ഇപ്പം കാണുന്ന വാട്ടർഫോൾ ആണ് ഹിൽട്ടൺ വാട്ടർഫോൾ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമ്മളത് എൻജോയ് ചെയ്തു. അത്യാവശ്യം കുറച്ച് നടന്നതുകൊണ്ട് തന്നെ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ടിമ്മിൽ പോയി തണുത്തൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു, നമ്മൾ കുടിക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ആകാശത്തിലൊരു എയ്റോപ്ലെയിൻ കണ്ടത്. എവിടെ എയ്റോപ്ലെയിൻ കണ്ടാലും എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഒരു തോട്ട് അപ്പം വരും. അത് എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. അങ്ങനെ പോയി നമ്മൾ അടുത്ത പാർക്കിലെത്തി. എൽഡോറോഡോ അങ്ങനെ ഒരു പാർക്കില്. അതെന്താണ്, ഒരു നോർമൽ പാർക്കാണ്. ഇങ്ങനെ ഇത് മാറ്റുന്നതിന് എളുപ്പമാണ് ഈ ഗിംബൽ തന്നെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് തുടങ്ങിയ റെക്കോർഡിങ് പറയണ്ടേ, നിർത്താതെ ഞെക്കിക്കോ. പോസ് കണ്ടാ ഓക്കെ. കുറേ നേരം പാർക്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു, കളിച്ചു, സംസാരിച്ചു, രസിച്ചു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് അടിപൊളി വീടുകൾ കാണുന്നത്. ഇപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീടുകൾ ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അറിയില്ല നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അങ്ങനെ കണ്ടപ്പോഴാണ് ചെലോ ഫ്രെഷ്കോ എന്ന് കണ്ടത്. ഇത് ഇന്ത്യയാണോ കാനഡയാണോ
പഞ്ചാബാണോ കാനഡയാണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നമുക്ക് വന്നു. കാരണം ഇതൊരു ഇന്ത്യൻ ഓണർ ആയിരിക്കാം, ചിലപ്പം അവിടെ ഇന്ത്യൻ പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, ഏതോ അറിയില്ല. എന്തായാലും നമ്മളെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലെത്തി, മിസ്റ്റർ ജോൺസിലെത്തി. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ആദർശ് ബോർഡ് പറഞ്ഞു D for Delta. ഓക്കെ വീണ്ടും പറഞ്ഞില്ലേ അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.